السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ما بعد. ബഹുമാനാദരവ് നിറഞ്ഞ നസ്രുദ്ദീൻ സാർ, മറ്റു വിദ്യാർത്ഥിനികളെ, ഈ അടുത്ത് കഴിഞ്ഞ UP അറബിക് പരീക്ഷയുടെ ഗ്രാമറുമായി ബന്ധപ്പെട്ട വന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നെഹ്വിന് നേരിട്ട് വന്നിട്ടുള്ളത്. വലിയ പ്രയാസങ്ങളൊന്നുള്ള രൂപത്തിലില്ല. ഞാൻ ചോദ്യങ്ങളൊക്കെ നോക്കി. അപ്പം ആ വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദൂരീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ്. നസ്രുദ്ദീൻ സാറ് ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോ പരീക്ഷകളും അതിൽ നമുക്ക് വരുന്ന അബദ്ധങ്ങൾ തിരുത്താനുള്ളതാണ് അടുത്തതിലേക്ക്. അപ്പൊ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യലും ആ ചോദ്യത്തിന്റെ പാറ്റേൺ കൂടി മനസ്സിലാക്കലും, അങ്ങനെ എത്രമാത്രം നമുക്ക് പരീക്ഷകളുടെ മുൻകഴിഞ്ഞ പരീക്ഷകളുടെ ചോദ്യങ്ങളൊക്കെ വിലയിരുത്താൻ സാധിക്കുമോ അത്രമാത്രം അത് നമുക്ക് വരുന്ന പരീക്ഷകൾക്കും നമ്മുടെ ആ ഏരിയയിലും നല്ല രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു സൗകര്യവും ഒരു സമാധാനം അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ നമുക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്നത്. അപ്പൊ ഇനിവേ അന്ന് വന്ന ചോദ്യങ്ങൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ പരിചയപ്പെടാം. നിങ്ങൾ ആൻസറുകൾ അയച്ചു കൊള്ളുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടി പറയുന്നില്ല. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ആൻസറുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് അറിയുന്നതായിരിക്കും. അതിൽ എന്താണ് എന്നുള്ളത് മാത്രം ഒന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എനിവേ ഒന്നാമതായിട്ട് വന്ന ചോദ്യം, ആൻസർ അയച്ചോളൂ. ചോദ്യം ഇതായിരുന്നു, അയ്യുമിനൽ അഫ്ആലിൽ ആത്തിയത്തി യദുല്ലു അലൽ മുതാവിയ. മുതാവിയത്തിന്റെ മേൽ അറിയിക്കുന്ന ഫിഅൽ ഏത്? മുതാവിയത്ത് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മഫ്ഊലിൽ സംഭവിക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് മുതാവിയ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഞാൻ ആ പാത്രം പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പാത്രം പൊട്ടി. അത് പൊട്ടിച്ചപ്പോൾ ഞാൻ പൊട്ടിച്ചു. എന്തിന്? പാത്രത്തിന്. പാത്രം മഫ്ഊലാണല്ലോ. അതിന് സംഭവിക്കുന്ന ആ ഒരു ആക്ഷന് പറയുന്ന പേരാ മുതാവിയത്ത് നഹ്വില്. അപ്പൊ അങ്ങനെ വരുന്നതിന് ഉപയോഗിക്കുന്ന പദം ഇൻകസറ എന്നുള്ള ഇൻഫഅല വസ്നാണ്. നോർമലി ഏറ്റവും കൂടുതൽ, അത് മാത്രമല്ല വേറെയും ചിലർക്ക് വരാറുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഫഅല വസ്നാണ്. കസ്സർത്തുൽ ഇനാഅ ഫൻകസറ എന്ന് പറയും. ഞാൻ പാത്രം പൊട്ടിച്ചപ്പോൾ അത് പൊട്ടി. കസ്സറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ്. പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്ന പ്രവൃത്തി എന്താ? പൊട്ടുക എന്നതാണ്. ആ പൊട്ടുന്നതിനാണ് ഇൻകസറ എന്ന് പറയും. ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് മുതാവിയത്ത് എന്ന് ഗ്രാമറിൽ പറയാം. അത് ഇൻഫഅല വസ്നാണ് വരിക. രണ്ടാമത്തെ ഇൻകസറ എന്നുള്ളതാണ് ശരി. ക്ലിയർ അല്ലേ? മുത്താവിയ എന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലായില്ല. അത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കൂല, എന്നാലും അത് ഗ്രാമറിലൊക്കെ അത് പറയുന്നുണ്ട്. കൂടുതലും സെർഫിലാണ് അത് പറയുന്നത്, നെഹ്വിലല്ല. പ്രോപ്പർ സെർഫിന്റെ ഭാഗത്ത് നമ്മൾ ഫീൽഡിനെ കുറിച്ചും അതിന്റെ അർത്ഥ വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കല്. പണ്ട് ഞാൻ ഓരോ വസനും ഒരുപാട് അർത്ഥങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഷെദുൽ ഹർഫ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥവും നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. നെഹ്വ് എടുക്കുന്ന സമയത്ത് അഫ്ആലുകളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിലൊക്കെ വിശാലമായിട്ട് പറയുന്നുണ്ട് മുതാവിയത്തിനെ കുറിച്ച്. സംഭവം ഇത്രേ ഉള്ളത്, വിശാലമായ ഒരു വിഷയമൊന്നും അല്ല. പക്ഷെ അത് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അറിയാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഒന്നുകൂടി പറയാന്നാണെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ആക്ഷൻ അതിന് തുടർന്ന് വരിക. അതിന് മലയാളത്തിൽ എന്താ പറയാ? പിന്നെ പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്ന എന്ത്? പൊട്ടുക എന്നുള്ളത്. പൊട്ടിച്ചു എന്നുള്ളതിനെ കസറ എന്ന് പറയാം. പൊട്ടി എന്നതിനെ ഇൻകസറ എന്ന് പറയാം. പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രവൃത്തിയാണല്ലോ പൊട്ടുക എന്നുള്ളത്. അതിനാ മുതാവിയത്ത് എന്ന് പറയാം. ഞാൻ ആക്ഷൻ ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന പ്രവൃത്തി, ഇതിനാ മുതാവിയത്ത് എന്ന് പറയാം. ഇൻകസറ എന്ന് പറയുമ്പോ ഇപ്പൊ സ്വയം പൊട്ടണേനല്ലേ സാർ അങ്ങനെ പറയാ? പൊട്ടി എന്നല്ലോ, സ്വയം പൊട്ടുക എന്നർത്ഥം. അത് ലാസിമായ ഫീല മുതാദിയല്ല, പൊട്ടി. ഇൻകസറൽ ഇനാ പാത്രം പൊട്ടി എന്നാണ്, മുതാദിയാവില്ല. എന്നാൽ കസറ എന്ന് പറഞ്ഞാൽ മുതാദിയാണ്. അപ്പൊ ഞാൻ പൊട്ടിച്ചപ്പോ എന്ത് സംഭവിച്ചു? അത് പൊട്ടി. പരിണിത ഫലം എന്നൊക്കെ അത് പറയുന്നത് മലയാളികൾ വരുന്നത്. മാഷാ അല്ലാഹ്, ആയിക്കോട്ടെ. ആ ഒരു ആക്ഷൻ ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത്രയുള്ള മുതാവിയത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ഇൻഫഅല വസ്നാണ് നോർമൽ ആയിട്ട് വരുന്നത്. മനസ്സിലാക്കാം. ഇഫ്താലയൊക്കെ തഫഅലയൊക്കെ ചിലപ്പം വരാറുണ്ട്, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഇൻഫഅലയാണ്.
ഇംഫായിലൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഇംഫായില ലാസിമായിട്ട് തന്നെയാണ് വരുന്നത്, മുത്തഅദ്ദിയായിട്ട് അത് വരൂലല്ലോ. നോർമലിയും മുത്തഅദ്ദിയായിട്ട് വരൂല. പിന്നെ ബാഹ് കൊണ്ടൊക്കെ വിട്ടെടുക്കും എന്നല്ലാതെ ഇംഫായില എന്നത് ആ ഒരു അർത്ഥത്തിലാണ് വരിക. രണ്ടാമത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഫുറൂഇയായ ഇറാബ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആണ്. എളുപ്പമാണ്. കാരണം അക്രംതു ത്വബീബാത്തിൽ മാഹിറാത്തിൽ എന്നാണ്. അക്രംതു എന്നുള്ളത് ഫിഅലും ഫാഇലുമാണ്. മഫ്ഊലും ബിഹിയാണ് ത്വബീബാത്ത്. അതിന്റെ സിഫത്താണ് അൽ മാഹിറാത്ത്. ആ ത്വബീബാത്ത് എന്നത് ജംഉ മുഅന്നസ് സാലിം ആകുമ്പോൾ ജംഉ മുഅന്നസ് സാലിമിന്റെ ഇറാബ് നമ്മൾ പഠിച്ചതാണ്. ലമ്മത്ത് കൊണ്ട് റഫ്ഉം കസ്റത്ത് കൊണ്ട് നസ്ബും ജറും. അപ്പൊ നസ്ബിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ കസ്റ് ആകാം. ഇത് ഒരു പ്രയാസം ഉണ്ടാക്കിയ ചോദ്യം. ഇതേ ചോദ്യം മുൻപ് ഏതൊരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു PSC ക്ക് തന്നെ. ഇത് മങ്കൂസയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ബാവി എന്ന പദമാണല്ലോ ചോദിച്ചത്. ബാവി എന്നത് മങ്കൂസയാണ്. മങ്കൂസക്ക് ഇറാബ് എങ്ങനെയാ വരിക എന്നുള്ളത്, മങ്കൂസക്കും മക്സൂറിനും ഒക്കെ നമ്മൾ ഇറാബ് പഠിച്ചതാണ്. മക്സൂറിന് എല്ലാം മുഖദ്ദറത്തായതാണ്. എന്നാൽ മങ്കൂസാക്ക് വരുമ്പോൾ അതിന് റഫും ജറും മുഖദ്ദറത്തായിട്ടും നസ്ബ് ലാഹിറായിട്ടുമാണ് വരിക. അപ്പൊ യക്റഹു അന്നാസു അൽ ബാഗിയ, ജനങ്ങള് അക്രമിയെ വെറുക്കും. യക്റഹു വെറുക്കുന്നു, അന്നാസു ജനങ്ങൾ ആരെ, അൽ ബാഗിയ. യക്റഹു എന്ന ഫിഅലിന്റെ ഫാഇലാണ്, അന്നാസു അതിന്റെ മഫ്ഊലും ബിഹിയാണ് ബാഗിയ. അപ്പൊ ബാഗിയ എന്നത് മഫ്ഊലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഹിറായ ഫതഹത്ത് കൊണ്ടാണ് വരിക. അപ്പൊ ഹർക്കത്ത് ഇവിടെ വരുന്നത് ഫതഹാണ്, മഫ്ഊലും ബിഹിയുടെ സ്ഥാനം. ഓക്കെ, മഫ്ഊലാണെന്ന് മനസ്സിലായാൽ തന്നെ ആൻസർ കിട്ടും. ഗുഡ്. 4 تم تكريم الطالب المتفوق. تم تكريم الطالب المتفوق. ഇവിടെ മുത്തഫവ്വിക്ക് എന്നതിന്റെ ഇറാബാ ചോദിച്ചത്. മുത്തഫവ്വിക്കായ നല്ല കഴിവുള്ള വിദ്യാർത്ഥിയുടെ ആ ഒരു തക്രീം ഇവിടെ നടന്നു എന്നാണ്. അദ്ദേഹത്തെ ഒരു അനുമോദിക്കൽ ചടങ്ങ് ഇവിടെ നടന്നു. തമ്മ തക്രീമു അത്വാലിബിൽ മുത്തഫവ്വിക്ക്. അപ്പം തമ്മ എന്നത് ഫിഅല്, അതിന്റെ ഫാഇലാണ് തക്രീം. അത്വാലിബ് എന്നതിന്റെ മുളാഫുൻ ഇലൈഹിയാണ്. ആ സിഫത്ത്, അതിന്റെ സിഫത്തായിട്ട് അൽ മുത്തഫവ്വിഖ് വന്നത്. എങ്ങനെയുള്ള വിദ്യാർത്ഥിയാണ്? മുത്തഫവ്വിക്കായ വിദ്യാർത്ഥിയുടെ തക്രീം ഇവിടെ നടന്നു എന്നാണ്. അപ്പൊ മുത്തഫവ്വിഖിന്റെ ഇറാബ് എന്താണെന്ന് ചോദിച്ചാൽ നഅത്തായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ സിഫത്തായിട്ടാണ് വരുന്നത്. ആ വിദ്യാർത്ഥി എന്നതിന് സിഫത്താണ്. നമ്മൾ സിഫത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഇവിടെ ഉണ്ട്. ത്വാലിബ് മുഫ്രദ് ആയതുകൊണ്ട് മുത്തഫവ്വിഖ് മുഫ്രദായി, ത്വാലിബ് മുദക്കർ ആയതുകൊണ്ട് മുത്തഫവ്വി മുദക്കറായി, മാരിഫയാണ് രണ്ടും. അങ്ങനെ ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇവിടെ യോജിച്ചു വന്നിട്ടും ഉണ്ട്. നമ്മൾ ഒറ്റയടിക്ക് നേരത്താണോ അല്ലേന്ന് പറയുമ്പോൾ അതും കൂടി ആലോചിക്കും. 5-ാമത്തത് അതത് എന്തായാലും ഒന്നെങ്കിലും വരും, ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ. ഇവിടെയും വന്നു. ഇവിടെ 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് മിഅത്താണല്ലോ വന്നത്. മിഅത്ത് വരുമ്പോ സ്വാഭാവികമായിട്ടും 100, 200 പോലോത്തതിന് ശേഷം നമ്മൾ ഓരോന്നിനും പഠിച്ചതാണ്. അതത് പഠിക്കുന്ന സമയത്ത് 3 മുതൽ 10 വരെ എന്താണെന്നും 11നും 12നും എന്താണ് വരിക, അതതും മഅദൂദും, അങ്ങനെ ഓരോന്നും പഠിച്ച കൂട്ടത്തിൽ 100, 200, 300 പോലത്തും 1000 പോലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മുഫ്രദാക്കി ജറ് ചെയ്യണം എന്ന നിയമം നമ്മൾ പഠിച്ചതാണ്. അപ്പം തന്നെ ഇവിടെ 2ഉം 4ഉം തെറ്റാണെന്ന് കിട്ടി. കാരണം 2 കുതുബിൻ എന്നാണ്, 4-ാമത്തത് കിതാബൻ എന്നാണ്. അപ്പൊ 2ഉമല്ല 4ഉമല്ല, ഇനി 1ആണോ 3ആണോ? 1-ാമത്തത് ഫിൽ മക്തബത്തി മിഅത്തു കിതാബിന്നാണ്, 3-ാമത്തത് ഫിൽ മക്തബത്തി മിഅത്ത കിതാബിന്നാണ്. അവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജാറു മജ്റൂർ കൊണ്ടോ അല്ലെങ്കിൽ ലർഫ് കൊണ്ടോ അങ്ങനെ ഒരു ശിബ്ഹ് ജുംല കൊണ്ടാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് ഖബർ മുഖദ്ദമായിരിക്കും എന്ന് എത്രയോ തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഖബർ മുഖദ്ദമാണെങ്കിൽ ശേഷം വരുന്നത് സ്വാഭാവികമായിട്ടും മുബ്തദ മുഅഖറായിരിക്കും. എന്ന് പറഞ്ഞാൽ മർഫു ആയിട്ടേ വരൂ. അപ്പൊ ഒരിക്കലും മിഅത്ത എന്ന ഓപ്ഷൻ ശരിയാവില്ല. ഫിൽ മക്തബത്തി മിഅത്തു കിതാബിൻ എന്നുള്ള 1-ാമത്താണ് ശരി. ഫി എന്നത് ഹർഫ് ജറും, അൽ മക്തബത്തി എന്നുള്ളത് മജ്റൂറും. ആ ജാറു മജ്റൂർ ഖബർ മുഖദ്ദമുൻ,
മിഅത്തുൻ എന്നുള്ളത് മുബത്തദ മുഅഖറും കിതാബിൻ എന്നുള്ളത് മുവാഫിൻ ഇലൈഹിയുമാണ് ഇറാബായിട്ട് വരിക. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായവർക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക, 100-ന് ശേഷം മുഫറദാക്കി ജെറ് ചെയ്യാനുള്ള ഏകദേശം എല്ലാവർക്കും അറിയാൻ മതി, കാരണം അത്രയും നമ്മളത് പഠിച്ച കാര്യമാണ്. പിന്നെ ഈ ഇറാബ് ഞാൻ പലതവണ പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അതും കൂടി യോജിപ്പിക്കാൻ കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഇത് ശരിയായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതിലൊന്നും സിമ്പിളായിട്ട് അതൊന്നും വരൂല പരീക്ഷക്ക്, വളരെ സിമ്പിളാണ്. ഞാൻ ഡിസ്കഷന് പറഞ്ഞപ്പോൾ തന്നെ അത് വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കാരണം അത്രയും സിമ്പിളായിട്ട് വന്ന ചോദ്യങ്ങളാണ് നെഹ്വിലുള്ളത്. അടുത്തത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അത് ലർഫാണ് എന്നുള്ളത് എളുപ്പത്തിൽ അറിയാം. ഇനി ലർഫ് സമാൻ മുഅറബാണോ അല്ലെ മബ്നിയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ലർഫിന്റെ കൂട്ടത്തിൽ ചിലത് മബ്നിയായിട്ട് വരും, ചിലത് മുഅറബായിട്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ട്. ചിലത് ലർഫായിട്ടും ലർഫ് അല്ലാതെയും ഉപയോഗിക്കും. അങ്ങനെയുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ മഹ്ദൂദായതും മുബ്ഹമായതും ഒക്കെ ലർഫ് ഉണ്ട്. അതുപോലെ മബ്നിയായതുണ്ട്, മുഅറബായതുണ്ട്. ആൻ എന്ന് പറയുന്നത് എപ്പോഴും അതിലൊരു മാറ്റവും നിങ്ങൾ കാണാറില്ലല്ലോ. അങ്ങനെ വിളിച്ചാൽ മതി, എപ്പോഴും ആന 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 തന്നെ വരൂ. അതെപ്പോഴും ഫതഹിന്റെ മേൽ മബ്നിയാണ്. അത് ലർഫ് ആയതുകൊണ്ട് ആണ് എന്നല്ല, അത് മഹല്ല് നസ്ബാണ്. ലർഫ് ആയതുകൊണ്ട് ഫതഹിന്റെ മേൽ മബ്നിയായ പദമാണ് ആന എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ 2 ശരിയാണ്. ലർഫ് സമാനാണ്, മബ്നിയുൻ അൽ ഫതഹി, ഓർമ്മല്ല. 7 നമ്മൾ 5 തരം മഫ്ഊലുകൾ പഠിച്ചതാണ്. മഫ്ഊല് ബിഹി പഠിച്ചു, മഫ്ഊല് ലഹു പഠിച്ചു, മഫ്ഊല് മുത്ലഖ് പഠിച്ചു, മഫ്ഊല് ഫീഹി പഠിച്ചു, മഫ്ഊല് മാഹു പഠിച്ചു. ഇങ്ങനെ 5 തരം മഫ്ഊലുകൾ നമ്മൾ പഠിച്ചതാണ്. ആ മഫ്ഊലുകളുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത്ഫ് ചെയ്യാൻ പറ്റാത്ത കൂടെ എന്ന അർത്ഥമുള്ള വാവിന്റെ ശേഷമുള്ളത് എപ്പോഴും മഫ്ഊല് മാഹു ആയിട്ടാണ് വരിക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അധ്യാപകൻ സഞ്ചരിച്ചു, പുഴയും എന്ന് അത്ഫ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ പുഴയോട് കൂടെ എന്ന അർത്ഥത്തിലേ പറ്റൂ. ഈ വാവാണ് മഇയ്യത്തിന്റെ വാവ് എന്ന് പറയുക. ആ വാവിന് ശേഷമുള്ളത് എപ്പോഴും മഫ്ഊല് മാഹു ആയിട്ടാണ് വരിക. ഇവിടെ നെഹറിന്റെ ഇറാബ് ഒന്നാമത്തെ മഫ്ഊല് മാഹു എന്നാണ്. 5 തരം മഫ്ഊലൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചതാണ്, ഏതൊക്കെ രൂപത്തിൽ വരാമെന്നും അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഫോക്കസിന്റെ ക്ലാസ്സുകളിൽ. ഒരുവിധ ആളുകൾക്കൊക്കെ ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ല, ഇതാർക്കും തെറ്റിയില്ലല്ലോ മഫ്ഊല് മാഹു എന്നുള്ളത്. 8 ഓക്കെ, ഇതും മഫ്ഊലുകളെ ഗണത്തിൽ വരുന്നതാണ്. കാരണം സാഫറ അബി സ്വബാഹ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച പ്രഭാത സമയത്ത് എന്റെ വാപ്പ സഞ്ചരിച്ചു. സാഫറ സഞ്ചരിച്ചു, അബി എന്റെ പിതാവ്. എന്റെ പിതാവ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പ്രവൃത്തി ചെയ്ത സമയത്തെ വ്യക്തമാക്കാൻ വേണ്ടി വരുന്നതാണ് സ്വബാഹ്. എപ്പോഴാ സഞ്ചരിച്ചത്? സ്വബാഹിലാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ സമയത്തെയോ അല്ലെങ്കിൽ സ്ഥലത്തിനെയോ വ്യക്തമാക്കാൻ വേണ്ടി വരുന്ന മൻസൂബായ ഇസ്മുകൾക്കാണല്ലോ ലർഫ് അല്ലെങ്കിൽ മഫ്ഊല് ഫീഹി എന്ന് പറയുന്നത്. രണ്ടും ഒരേ പേരാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ ആൻ വന്നു, അത് ലർഫ്. ലർഫിന്റെ മറ്റൊരു പേരാ മഫ്ഊല് ഫീഹി. ലർഫ് സമാൻ ഉണ്ടാവും, മക്കാനും ഉണ്ടാവും. ഇവിടെ സ്വബാഹ് എന്ന് പറയുന്നത് ലർഫ് സമാനാണ്, അല്ലെങ്കിൽ മഫ്ഊല് ഫീഹി മൻസൂബാണ്. സ്വബാഹ യൗമി ജുമുഅത്തി, വെള്ളിയാഴ്ച പ്രഭാത സമയത്തിന്റെ പിതാവ്. മഫ്ഊലൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. 9 ആൻസർ വന്നോട്ടെ. നിങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടോ? കാരണം ചില ആളുകൾ സംശയം വന്നു പോകും. കാരണം കാന ത്വാലിബു അല്ലദി ഫാസ ബിൽ ജായിസതി യദ്റുസു ബിദ്ദീൻ, എന്നാ ഏതായിരിക്കും ഇതിൽ ഖബർ? എന്നിട്ട് എല്ലാവരും ഫിഅലി ആണോ എന്ന് പറയാം. ഫരീദ ടീച്ചറെ നിങ്ങൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കി. സാറേ യദുറുസു ഖബർ എന്ന് പറയുന്നത് യദുറുസു ബിജിദ്ദിൻ എന്നുള്ളതല്ലേ? അതെ, കാരണം കാന ത്വാലിബു വിദ്യാർത്ഥി ആയിരുന്നു,
പിന്നെ പറഞ്ഞത് ഖബർ അല്ല, അല്ലദീ അതിന്റെ സിഫത്ത. എങ്ങനെയുള്ള വിദ്യാർത്ഥിയാണ്? ഫാസ വിജയിച്ചു ബിൽ ജായിസ, ജായിസ കൊണ്ട് വിജയിച്ചു. അത് ഫാസ ബിൽ ജായിസ എന്നുള്ളത് അല്ലദിയുടെ സിലയാണ്, അതൊന്നും ഖബറാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥിയായിരുന്നു. ഇനിയാണ് ഖബർ പറഞ്ഞത്, യദുറുസു ബിജിദ്ദിൻ, നന്നായിട്ട് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ യദുറുസു ബിജിദ്ദിൻ എന്ന് പറയുന്ന ആ ഫിയലും ഫായിലും കൂടിയ ജുംലയാണ് കാനയുടെ ഖബറായിട്ട് വന്നത്. അപ്പൊ യദുറുസു എന്നുള്ളത് ഫിയൽ കൊണ്ട് തുടങ്ങിയ ജുംലയാണല്ലോ. അപ്പൊ ജുംലത്തുൽ ഫിയലിയാണ് ഇവിടെ ഖബറായിട്ട് വന്നത്. ഏതാണ് കാനയുടെ ഖബറിന്റെ ഏതാണെന്നല്ല, ഏത് ഇനമാണെന്നാ ചോദിച്ചത്. അപ്പം ജുംല ഫിയലിയാണ്. ഓക്കെ അല്ലേ? ജിദ്ദിന്നൊക്കെ മാത്രം കണ്ട് ശിബിഹ് ജുംല ഒക്കെ എഴുതിപ്പോയാൽ തെറ്റിപ്പോകും. അർത്ഥവും കൂടി ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. 10. ലൻ യഹ്തരിമൽ മുഅല്ലിമ ഇല്ലാ മൻ അത്വാഅ അബാഹുന. ഒരധ്യാപകനെ വാപ്പൻ അനുസരിക്കുന്ന ആളല്ലാണ്ട് അധ്യാപകനെ ബഹുമാനിക്കുകയില്ല. ലൻ യഹ്തരിമ, ഒരിക്കലും ബഹുമാനിക്കൂല കേട്ടോ. അൽ മുഅല്ലിമ, അധ്യാപകനെ ബഹുമാനിക്കൂല. ഇല്ലാമൻ, ഒരാളല്ലാതെ. അത്വാഅ, അയാൾ വഴിപ്പെടും, അനുസരിക്കും, അബാഹു, അദ്ദേഹത്തിന്റെ പിതാവിനെ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ അധ്യാപകനെ ബഹുമാനിക്കാൻ കഴിയും. ഇവിടെ അബ എന്നതിന്റെ ഇറാബാണ് ചോദിച്ചത്. അബ എന്നുള്ളത് മഫ്ഊലാണ്. നമ്മൾ അബു എന്നത് 3 രൂപത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നോർമൽ ആയിട്ട് ഇറാബ് വരുന്നത്, അത് ഇലാഫത്ത് ഇല്ലാത്തപ്പോഴാണ്. മറ്റൊന്ന് മുഖദ്ദറത്തായ ഇറാബ് വരുന്നത്, അത് മുത്തക്കലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോഴാണ്. മറ്റൊന്ന് അസ്മാഉൽ ഹംസയുടെ ഇറാബ് വരുന്നത്, അത് മുത്തക്കലിമിന്റെ ആൾ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരുമ്പോഴാണ്. ഇവിടെ ഹു എന്ന മുത്തക്കലിമിന്റെ ആൾ അല്ലാത്തതിലേക്കാണ് ഇലാഫത്ത് ചെയ്തു വന്നത്. അങ്ങനെ വന്നതുകൊണ്ട് ഇത് അലിഫ് കൊണ്ട് നസ്ബാണ് വരിക. മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ അലിഫ് എന്നുള്ളതാണ് ശരിയായത്. കാരണം മുത്തക്കലിമിന്റെ ആയിലേക്കല്ല വന്നത്, അല്ലാത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറും. ഇതാണ് 10ാമത്തെ ചോദ്യം. ആൻസർ കീയിൽ ഇത് ഡി ആണ് വന്നത് സാറേ. കംപ്ലൈന്റ് കൊടുക്കാൻ സമയം കഴിഞ്ഞോ? നിർബന്ധമായിട്ടും കൊടുക്കണം. ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. അത് മതി, കൊടുത്താൽ മതി. കാരണം ഇത് മഫ്ഊൽ ബിഹി മൻസൂബ് ബിൽ അലിഫ് എന്നതേ ശരിയാവും. ഇവിടെ വെറും ബാക്കി. ഇനി 11. 10 ചോദ്യം നേരിട്ട് നെഹ്വ് എന്ന് വന്നത്. 2-3 ചോദ്യങ്ങള് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് വന്നതുണ്ട്. പക്ഷെ അത് നെഹ്വ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതുകൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതോ കൃത്യമായിട്ട് നെഹ്വ് പറയുന്നവർക്ക് മനസ്സിലാവും. They told the 2 boys to open the door as early as possible. اختر الترجمة العربية الصحيحة لهذه العبارة. ഇതില് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അഫ്ആൽ ഖംസ് വന്നു, മറ്റൊന്ന് തസ്നിയ വന്നു. തസ്നിയ വാലിദാൻ എന്നുള്ളതും അഫ്ആൽ ഖംസ യഫ്തഹാനി എന്നുള്ളതും. ബാക്കിയുള്ളതൊക്കെ ഒരേപോലെയാണ് വന്നത്. അപ്പൊ അവിടെ എന്താ പ്രശ്നം? വാലിദാൻ എന്ന് പറയുന്നത് തസ്നിയക്ക് അലിഫോൺ റഫും യാഓൺ നസ്ബും ചേർപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മിന്ന് വന്നു കഴിഞ്ഞാൽ വാലിദേനി എന്ന് പറയണം. 1ഉം 2ഉം തെറ്റാണ്. പിന്നെ യഫ്തഹാനി എന്നത് അന്ന് വന്നാൽ അത് അഫ്ആൽ ഖംസക്ക് റഫ് സുബൂത്തുൻ നൂന് കൊണ്ടും നസ്ബും ജസ്മുൻ നൂനെ കളയൽ കൊണ്ടുമാണ്. അപ്പൊ അന്ന് വന്നാൽ നസ്ബാണ് വേണ്ടത്. അപ്പൊ ഒരിക്കൽ നൂൻ അവിടെ പാടില്ല. മിനൽ വാലിദൈനി അൻ യഫ്തഹൽ ബാബ ഫി അഖ്റബി വഖ്തിൻ മുംകിൻ എന്നാണ് ഈ പേര്. 4ാമത്തെ ഓപ്ഷനാണ് ശരിയായത്. തൊലബു മിനൽ വാലിദൈൻ, അവർ ആ 2 പിതാക്കന്മാരോട് ആവശ്യപ്പെട്ടു എന്താണ്? അൻ യഫ്തഹൽ ബാബ, വാതിൽ തുറക്കാൻ ഫി അഖ്റബി വഖ്തിൻ മുംകിൻ, കഴിയുന്നത്ര വേഗത്തിൽ ആ വാതിൽ തുറക്കാൻ അവർ വാലിദൈനോട് ആവശ്യപ്പെട്ടു. തസ്നിയ മാത്രം നോക്കിയാൽ എങ്ങനെ ആൻസർ കിട്ടുക? വാലിദൈനി എന്നുള്ളത് 2ലും 3ലും 4ലും വന്നിട്ടില്ലേ? മറ്റവും കൂടി നോക്കണ്ടേ? ഓക്കെ, ആ വാലിദൈനി എന്നുള്ള 2ലും വന്നില്ല എന്നാണ് ചോദിക്കുന്നത്. മിനൽ വാലിദൈനി 3ാമത്തേലും വന്നു, മിനൽ വാലി 4ാമത്തേലും വന്നു. 1ഉം 2ഉം അല്ല എന്ന് കിട്ടും.
അടുത്തത് ഇതിനൊരു ഭാഷാ പ്രയോഗം ചോദിച്ചു. റഹിമ അന്ന, റഹിമ അന്ന, ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അറബിയിൽ. അതോടൊപ്പം അതിന് പുറമേ എന്നൊക്കെ പറയുന്നു. ഹളറ അനീസും ഫിൽ ഹഫ്ലത്തി റഹിമ അന്നഹു മരീദ്. ഹളറ അനീസ്, അനീസ് വന്നു, പ്രസന്റ് ആയി. ഫിൽ ഹഫ്ല, ആ ഒരു ഹഫ്ലയിൽ അനീസ് ഹാളിറാണ്. റഹിമ അന്നഹു മരീദുൻ, അയാൾ രോഗിയാണ്, എന്നിട്ടും അയാൾ എന്തായി ആ പരിപാടിക്ക് വന്നു എന്നാണ്. രോഗിയായിട്ടും പരിപാടിക്ക് വന്നു എന്നുള്ളതിനോട് യോജിച്ച ആശയം താഴെ ഏതാ ഉള്ളത്? അനീസുൻ മരീദുൻ വലാകിന്നു ഹദറ ഫിൽ ഹഫ്ല. അനീസ് രോഗിയാണ്, പക്ഷെ എന്തായി ഹഫ്ലക്ക് വന്നു. ബാക്കി രണ്ടാമത്തൊക്കെ മറദ അനീസുൻ ബിസബബി ഹുദൂരി ഫിൽ ഹഫ്ല എന്നാണ്. ഹഫ്ലയിൽ വന്ന കാരണം അനീസ് രോഗിയായി. ഹദറ അനീസുൻ ഫിൽ ഹഫ്ലത്തിൽ അന്നഹു മരീദുൻ, രോഗി ആയതുകൊണ്ട് വന്നു എന്നാണ്. അനീസുൻ മരീദുൻ അന്നഹു ഹദറ ഫിൽ ഹഫ്ല എന്ന് പറയുന്നതൊക്കെ എന്താണ്? അതിനോട് യോജിച്ചതല്ല. അനീസുൻ മരീദുൻ വലാകിന്നഹു ഹദറ ഫിൽ ഹഫ്ല എന്നുള്ളതാണ് റഗ്മ അന്ന എന്ന് പറയുന്നതിനോട് യോജിച്ചത്. ടെക്സ്റ്റ് ബുക്കാ? ഓക്കെ, എന്നാ ഞാൻ ചോദിക്കാം, ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ റഗ്മ എന്നതിന്റെ ഇറാബ് എന്താണെന്ന് അറിയാൻ പറ്റും? നമുക്കതും നെഹു അല്ലേ, ട്രാൻസ്ലേഷന്റെ കൂടെ നെഹു ആയിക്കോട്ടെ. റഗ്മന്റെ ഇറാബ് എന്തായിരിക്കും? ആർക്കും പറയാൻ കിട്ടും? മഫ്ഊൽ മുത്തലക്കായിട്ടാ വരട്ടോ, ഫീൽ കളയപ്പെട്ടതാണ്. റഗ്മ എന്നാണ് വായിക്കുക, റഹിമ എന്നാണ് ഫീല്. റഹിമ റഗ്മ എന്നാ പറയാ. റഹിമ എന്ന കളയപ്പെട്ട ഫീലിന്റെ മഫ്ഊൽ മുത്തലക്കായിട്ടാണ് റഗ്മ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോ എപ്പോഴാണ് അങ്ങനെ ചോദിച്ചാലോ? അവസാനത്തെ ചോദ്യം, ആൻസർ അയച്ചോളൂ. സത്യത്തില് ഈ ചോദ്യം ഉണ്ടല്ലോ, ഇതൊരു ആശയത്തിലേക്ക് മാത്രമാണ് നോക്കിയത്. ഇത് ഗ്രാമർ അനുസരിച്ച് 4ഉം തെറ്റല്ലേ? ആണോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ആർക്കും പറയാൻ കഴിയുമോ? ഇത് ഗ്രാമർ അനുസരിച്ച് 4ഉം തെറ്റാണെന്ന് ഞാൻ പറയാം. ഇനി വേണം ആർക്കും പറയാം. നിങ്ങൾ ഓപ്ഷൻ പറഞ്ഞത് 3ആണെന്ന് വിചാരിക്കുന്നു. ആശയം അനുസരിച്ച് 3ആണ് ശരി. കാരണം ശരീരത്തിന്റെ ആരോഗ്യത്തിന് എക്സസൈസ് നിർബന്ധമാണ്. എല്ലാത്തിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക് എന്ന് പറയാൻ കഴിയുമോ? ലാബുദ്ധന്റെ കൂടെ അന്നുള്ള ഇല്ലല്ല, ഒന്നല്ല. മിനത്തദ്രീബാണോ? മിനത്തദ്രീബ് ഉണ്ടല്ലോ അവിടെ. എന്താ കുഴപ്പം? മിനത്തദ്രീബ് 4 ലാബുദ്ധ തദ്രീബു റിയാദിയത്തു ലിസിഹത്തുൽ ബദനി, അങ്ങനെയായിരുന്നോ? അല്ല, ഇതൊക്കെ ശരിയായിട്ട് നമുക്ക് ഒപ്പിക്കാം. ലാബുദ്ധ അത്യാവശ്യമാണ്, ലിസിഹത്തുൽ ബദനിയ ആരോഗ്യത്തിന്, ശാരീരിക ആരോഗ്യത്തിന്. അങ്ങനെയാണ്. എന്ത് അത്യാവശ്യമാണ്? മിനത്തദ്രീബ് റിയാദിയ. ഞാൻ ചോദിക്കട്ടെ, റിയാദിയന്റെ ഇറാബ് എന്താ? റിയാദിയ എന്നതിന്റെ ഇറാബ് പറഞ്ഞല്ലോ, നേരത്തെ മൻകൂത്തിനോട് ഏതോ കാര്യത്തിൽ തുടരണം. ഒന്ന് ഇറാബിന്റെ വിഷയത്തില്, ഒന്ന് നെക്കിറ മൈരിഫയുടെ വിഷയത്തില്. രണ്ടും നെക്കിറയും രണ്ടും മൈരിഫയാണോ? ആണോ അല്ലേ? ഇത് പറയണോ? ആണ്. രണ്ടും മുദക്കറും മുഅന്നസ് ചോദിച്ചിട്ടുണ്ടോ? തദ്രീബും ബദനിയത്തുമാണ്. തദ്രീബ് മുദക്കറോ മുഅന്നസോ? മുദക്കറല്ലേ? റിയാദിയ എന്നുള്ളത് മുദക്കറോ മുഅന്നസോ? കറക്റ്റ് പറയേണ്ടത് മിനത്ത് തദ്രീബി റിയാദിയ്യി എന്നാണ്. ലാസ് ബുദ്ദലി സിഹത്തിൽ ബദനിയത്തി മിനത്ത് തദ്രീബി റിയാദിയ്യി എന്നാണ് പറയേണ്ടത്. അത് ഒറ്റൊന്നിലും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ 4ഉം തെറ്റാണ്. ആശയം അനുസരിച്ച് 3ആമത്താണ് ശരി എന്ന് പറയും. നിയമം അനുസരിച്ച് 4ഉം തെറ്റാണല്ലോ. ചോദിച്ചത് സ്വഹീഹായ ഇബാറത്ത് എടുക്കാൻ, ആശയം ഒന്നുമല്ല പറഞ്ഞത്. കറക്റ്റ് ഇബാറത്തിൽ സ്വഹീഹ എന്ന് പറഞ്ഞാല് ആശയവും സ്വഹീഹാവണം, ഗ്രാമറും സ്വഹീഹാവണം എന്നാണ്. അപ്പൊ അങ്ങനെ അതിൽ വന്നിട്ടില്ല 4ലൊന്ന് പറയാനുണ്ട്. ഇനിയിപ്പൊ അങ്ങനെ 3 കൊടുത്തിട്ട് ഇതൊന്നും അല്ലാന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ ഓപ്ഷൻ ആകുമായിരുന്നു ശരി എന്നാണ് എനിക്ക് പറയാനുള്ളത്. 4മത്തതെങ്കിൽ അങ്ങനെ ആയിരുന്നു. അത്രയും ചോദ്യങ്ങളാണ് ഗ്രാമറുമായിട്ടും വന്നിട്ടുള്ളത്. 13ഓളം ചോദ്യങ്ങൾ. മനസ്സിലായില്ലേ? അത്രയും 80 ചോദ്യങ്ങളെ കൂട്ടത്തിൽ 13 എന്ന് പറഞ്ഞാലും നല്ലൊരു ചോദ്യം തന്നെയാണ്. അത്രയും ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. വന്നത് കുറച്ച് എളുപ്പമാണ് എന്നൊരു സമാധാനമുണ്ട്.
എന്നാൽ അങ്ങനെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതിന്റെ കാര്യങ്ങൾക്ക് അറിയാലോ, ചില സമയത്ത് നല്ല പ്രയാസത്തിലും കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചില സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ പറയുന്നത് കുറച്ചൊരു പ്രയാസപ്പെട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ, വളരെ സിമ്പിൾ ആവുന്നതിനേക്കാൾ. കാരണം സിമ്പിൾ ആകുമ്പോൾ നന്നായിട്ട് പഠിച്ചവരും അല്ലാത്തവരും ഒക്കെ സുഖമായിട്ട് എഴുതും, കട്ട് ഓഫ് കൂടുന്നേ ഉള്ളൂ. കുറച്ചൊരു പഠിച്ചവർക്ക് എഴുതാൻ പറ്റിയ രൂപത്തിൽ വരുമ്പോഴാണ് കട്ട് ഓഫ് ഒന്ന് കുറയുകയും പഠിച്ച ആളുകൾ അതിൻ്റെതായ ഗുണം ലഭിക്കുകയൊക്കെ ചെയ്യാം. അത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. 12 സി അല്ലേ വന്നിട്ടുള്ള? സി ആവൂല സത്യത്തിൽ. കാരണം അറിയോ, സീന്റെ അർത്ഥം എന്താ? കളറ അനീസ് ബിൽ ഹഫ്ല, അനീസ് ഹഫ്ലയിൽ വന്നു. ആ വരാനുള്ള കാരണം പറയാണ് ഈ അന്നഹുമാരി എന്തുകൊണ്ടാണ് വന്നത്? രോഗിയായിരുന്നത് കൊണ്ട് ഹഫ്ലയിൽ വന്നു എന്നല്ലല്ലോ. രോഗി ആയതുകൊണ്ട് രോഗി ആയതുകൊണ്ട് വന്നു എന്നല്ലല്ലോ. രോഗിയായത് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുമ്പോൾ രോഗിയായതുകൊണ്ട് ഹഫ്ലയിൽ വന്നു എന്നല്ല, രോഗിയായിട്ടും വന്നു എന്നാണ്. രോഗിയായിരുന്നു എന്നിട്ട് പോലും എന്തായി? ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിന് റഹ്മ അന്നോന്ന് അറബിയിൽ പ്രയോഗിക്കാം. അപ്പോ അനീസും മരീദും വലാക്കിന്നു ഹദർ ഫിൽ ഹഫ്ല എന്നുള്ള ഒന്നാമത്തതാണ് ശരിയാവുക എന്നാണ് ഞാൻ പഠിച്ചതനുസരിച്ച് മനസ്സിലാവുന്നത്. ആൻസർ കീയിൽ ഏതാ വന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതന്നെയാണ് ആൻസർ കീയിൽ വന്നത് സാറേ, ഒന്നാമത്തെ. ഓക്കെ, അതാണ് വരേണ്ടത്. എന്നാലും ബാക്കിയൊക്കെ ഏകദേശം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ വന്നത്. ഇൻഷാ അല്ലാഹ് ഭാവിയിലും നഹ്വ് പഠിച്ച നിങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഫോക്കസിന്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് കൃത്യമായിട്ട് നോക്കിയ ആളുകളെ സംബന്ധിച്ച് ഈ പരീക്ഷ ഒന്നും ഒരു പ്രയാസം ഉണ്ടാവൂല. പരീക്ഷ എന്നല്ല, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അത് കൃത്യമായിട്ട് ഉപകാരപ്പെടും. അപ്പൊ അത് പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാതെ കൊണ്ടുപോകുക. പരീക്ഷ കുറച്ചാലും ഗ്യാപ്പുണ്ട്, അടുത്ത പരീക്ഷ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇനി അടുത്ത പരീക്ഷ ഒന്നും വിളിച്ചോന്നുമില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചത് മറക്കാതിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. ഒരുപാട് പഠിക്കാൻ നന്നായിട്ട് വർക്കൗട്ട് ഒരു പ്രാവശ്യം ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇനി അടുത്ത പരീക്ഷകൾക്കൊന്നും ഒരുപാട് വർക്കൗട്ട് ചെയ്യണ്ട. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മളാ പഠിച്ച കണ്ടന്റ് മറക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും, അത് നഹ്വിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ വീണ്ടും ഉണ്ടാവും, അങ്ങനെ അന്ന് പഠിച്ചിരുന്നില്ലേ എന്ന അവസ്ഥയിലേക്ക് ആവാതെ കൃത്യമായിട്ടൊന്ന് നഹ്വിന്റെ കാര്യങ്ങളൊക്കെ ഇടക്കിടക്കൊന്ന് വായിച്ച് ഇറാബുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഖുർആനൊക്കെ ഓതുമ്പോൾ ആയത്തെങ്കിലും ഒന്ന് ഇറാബൊക്കെ ഒന്ന് പരിശോധിച്ച് അങ്ങനെ നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം ഉണ്ടാവും. മാത്രമല്ല ഭാഷയിൽ അത് അത്രയും പ്രധാനപ്പെട്ടതാണല്ലോ. ഭാഷ കൈകാര്യം ചെയ്യുമ്പം നഹ്വില്ലാതെ ഒരിക്കലും ഇപ്പം ഈ ഫോക്കസ് തന്നെ ഗ്രാമാക്കസ് എന്ന് പറയുന്ന മെനയാന്ന് ഞാൻ അത് ഉദ്ഘാടനം നടത്തി. അപ്പോ ഗ്രാമാക്കസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് പോലും തുടങ്ങി അതിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എന്താക്കുക, കൈവിടാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നെഹ്വിന്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അത് പേഴ്സണലായിട്ടും ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. നിങ്ങൾ പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഞാൻ ആ ഏരിയകൾ ഇങ്ങനെ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. എനിക്കും പഠിക്കലാണ്, നിങ്ങൾക്കും പഠിക്കലാണ്. ഒക്കെ കുല്ലിതി എഴുമിൻ അലിയെന്നാണ്. ഓരോ ദിവസം ഓരോന്ന് വായിക്കുന്ന സമയത്തും പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുന്നതിൽ സന്തോഷമല്ലോ. ചില ആളുകൾക്ക് സംശയം ചോദിക്കുന്നതിൽ ഒരു മടിയുള്ളവരുണ്ട്, അങ്ങനൊന്നും വേണ്ട. ചില ആളുകൾക്ക് പേടിയുള്ളവരുണ്ട്, അതും ആവശ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ ആ പഠിച്ച കണ്ടന്റ് മനസ്സിലാക്കിയിട്ടേ എൻ്റെ അടുക്കൽ വരാവുന്നേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ചോദ്യം എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ ഒരൊറ്റ ഷെയർ ചെയ്ത് ഇതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ അതേപോലെ തിരിച്ച് പറഞ്ഞു തരുന്ന ഒരാളല്ല ഞാന്. അപ്പോ ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചോദിക്കുന്നതിനും എനിക്കും കൂടി പഠിക്കാൻ ഉപകാരപ്പെടുമെന്ന് പിന്നെ നിങ്ങളോട് എപ്പോഴും വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാവും. അപ്പോഴാണ് അധ്യാപകർ എപ്പോഴും ഉണ്ടാവുക, ഒന്ന് അലർട്ട് ആവുക. നിങ്ങൾ നല്ല ഉഷാറുള്ള ഒരു ബാച്ച് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു തയ്യാറെടുപ്പോട് കൂടിയാ വരിക. നേരെ മറിച്ച് ഒരു അയഞ്ഞാ കൊയഞ്ഞാ ബാച്ച് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എന്ത് ചെയ്യും, പഴയ റിപ്പീറ്റ് ഒന്ന് എടുക്കും, അത് മുമ്പിൽ വന്നിട്ട് അങ്ങ് പറയും. കാരണം എന്ത് പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള ആളുകളാവും. ആ ഒരു ഈ കണിശത അല്ലെങ്കിൽ ഒരു ശ്രദ്ധ എപ്പോഴും വിദ്യാർത്ഥികളാവുമ്പോൾ അധ്യാപകരാകുമ്പോൾ ഒക്കെ നമ്മളെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഇൽമുകൾ വർദ്ധിക്കുക. നെഹ്വ് ഇൻഷാ അല്ലാഹ് പഠിച്ചത് ഒരിക്കലും മറന്നു പോവാതിരിക്കുക. പഠിക്കാത്ത ക്ലാസ്സിലത്തെ ഏരിയകൾ നമ്മൾ കേൾക്കാത്തതോ അല്ലെങ്കിൽ പഠിക്കാത്തതോ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി കേട്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയാനുള്ളത്. കൂടുതൽ പറഞ്ഞ് സമയം പോക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും എപ്പോഴെങ്കിലും കാണാം. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾക്കൊള്ളിക്കുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.